വെൽക്കം ടു ജെ എൽ ആൻഡ് വി എസ് ലേണിംഗ് ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/23. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് ഏറെ സഹായകമാകുന്ന ക്ലാസ് ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം? മുംബൈ ഇന്ത്യൻസ്. ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ്. ചോദ്യം 2, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്ഷൻ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ചോദ്യം, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ? ഓപ്ഷൻ സി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഓപ്ഷൻ സി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. 2024 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായത് കാതൽ ദി കോർ എന്ന സിനിമയാണ്. കാതൽ ദി കോർ. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്? സമന്വയ പദ്ധതി. ഓപ്ഷൻ എ സമന്വയ പദ്ധതി. 5, 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ? ഓപ്ഷൻ ഡി അടിയാളപ്രേതം. ഓപ്ഷൻ ഡി അടിയാളപ്രേതം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവല് സിൻ എന്ന നോവലാണ്. സിൻ. ആറാമത്തെ ചോദ്യം, കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്? ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഓപ്ഷൻ ഡി ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഏഴാമത്തെ ചോദ്യം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ബി ശ്രീ സജി ചെറിയാൻ. ഓപ്ഷൻ ബി ശ്രീ സജി ചെറിയാൻ. 8, കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിലെത്തിച്ച പദ്ധതിയുടെ പേര്? ഫസ്റ്റ് ബെൽ. ഓപ്ഷൻ ഡി ഫസ്റ്റ് ബെൽ. 9, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ സി EOS-04. ഓപ്ഷൻ സി EOS-04. 10, ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം? 2012. ഓപ്ഷൻ സി 2012. 11, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ഡി സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. 12ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമേത്? കടന്നു പോകാത്ത സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി മണിപ്പൂർ. ഓപ്ഷൻ സി മണിപ്പൂർ. 13, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിട്ടുള്ളത് റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി നിലവിൽ വന്നത് 1948. റോഡ് സാന്ദ്രത 15 km/1000 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2. റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ഓപ്ഷൻ ഡി അംബാല അമൃത്സർ. അംബാല അമൃത്സർ. 15, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. ഓപ്ഷൻ ഡി വയനാട്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിട്ടുള്ളത് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. 1620 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇവിടെ ശരിയായ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 4. ഓപ്ഷൻ സി 2, 4. 2 സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു.
4 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. 17 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഓപ്ഷൻ സി ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. 18 ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. ആൻസർ ഓപ്ഷൻ എ പീലിക്കോട്. ഓപ്ഷൻ എ പീലിക്കോട്. 19 ചോദ്യം ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിട്ടുള്ളവ പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ആൻസർ ഓപ്ഷൻ ബി 2, 4. ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. 20 ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. അതാണ് തെറ്റായ പ്രസ്താവന. 21 ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 22 ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആന. ഓപ്ഷൻ ഡി ആന. 23 ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? 2005. ഓപ്ഷൻ ഡി 2005. 24 മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42ാം ഭേദഗതി. ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. 25 താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? തന്നിട്ടുള്ളവ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇവിടെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3. മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് 2ഉം 3ഉമാണ്. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. മൗലിക അവകാശങ്ങൾ അമേരിക്കയുടെ ഭരണഘടനയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇവയാണ് ശരിയായിട്ടുള്ളവ. 26 കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 27 ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 1947 ആഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. 28 ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ 1950 ജനുവരി 24. ആൻസർ ഓപ്ഷൻ എ 1950 ജനുവരി 24. 29 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ സി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 30 ചോദ്യം ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ഓപ്ഷൻ ബി ന്യൂഡൽഹി. 31 അരേ സമാജത്തിന്റെ സ്ഥാപകൻ. അരേ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. 32 കുറിച്യ കലാപത്തിന്റെ നേതാവ്. രാമനമ്പി. ഓപ്ഷൻ സി രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ്. 33 കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓപ്ഷൻ ഡി. 34 ചോദ്യം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ. ഓപ്ഷൻ എ. 35 ചോദ്യം ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ഓപ്ഷൻ ബി പ്രാചീന മലയാളം. 36 കുണ്ടറ വിളംബരം നടത്തിയ വർഷം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം
1809. ഓപ്ഷൻ ബി 1809. 37. കല്ലുമാല സമരം നയിച്ചത്. ഓപ്ഷൻ സി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. 38. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. 39. ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. 40. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം. ആലുവ. ഓപ്ഷൻ ഡി ആലുവ. 41. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആര്? ഓപ്ഷൻ ഡി നാനാ സാഹിബ്. ഓപ്ഷൻ ഡി നാനാ സാഹിബ്. 42. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. 43. ചോദ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. 44. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏതു വ്യക്തിയെയാണ്? ആൻസർ ഓപ്ഷൻ ബി വിനോബ ഭാവെ. വിനോബ ഭാവെ. 45. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. 46. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം. അഹമ്മദാബാദ് മിൽ സമരം. ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരം. 47. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. ആൻസർ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. 48. ചോദ്യം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി. വി പി മേനോൻ. ഓപ്ഷൻ ഡി വി പി മേനോൻ. 49. ചോദ്യം. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻ സി ബോംബെ. ഓപ്ഷൻ സി ബോംബെ. 50. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. ഓപ്ഷൻ ഡി 1931. ഓപ്ഷൻ ഡി 1931. 51. ചോദ്യം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി. ഓപ്ഷൻ എ കാവേരി. 52. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി പാലക്കാട്. ഓപ്ഷൻ ബി പാലക്കാട്. 53. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. ഒക്ടോബർ 13. ഓപ്ഷൻ എ ഒക്ടോബർ 13. 54. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാൻ. ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാൻ. 55. താഴെ പറയുന്ന ഏത് ജില്ലയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? വ്യാപിച്ച് കിടക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി കൊല്ലം. ഓപ്ഷൻ ബി കൊല്ലം. 56. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ആൻസർ ഓപ്ഷൻ സി മൂലമറ്റം. ഓപ്ഷൻ സി മൂലമറ്റം. 57. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി കേരളം. ഓപ്ഷൻ ഡി കേരളം. 58. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. പാലക്കാട് ചുരം. ഓപ്ഷൻ സി പാലക്കാട് ചുരം. 59. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം. ഓപ്ഷൻ ഡി എറണാകുളം. ഓപ്ഷൻ ഡി എറണാകുളം. 60. കേരളത്തിലെ ശുദ്ധജല തടാകം. ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകം. ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകം. 61. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? ഓപ്ഷൻ ബി പ്രോട്ടീൻ. ഓപ്ഷൻ ബി പ്രോട്ടീൻ. 62. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. ഓപ്ഷൻ ഡി കരൾ. 63. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. ഓപ്ഷൻ എ കണ. 64. ചോദ്യം. മലമ്പനിക്ക് കാരണമായ രോഗാണു. പ്രോട്ടോസോവ. ഓപ്ഷൻ സി പ്രോട്ടോസോവ. 65.
മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. ഓപ്ഷൻ ഡി. 66. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ഓപ്ഷൻ ഡി തെങ്ങ്. 67. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും? ഓപ്ഷൻ ബി ഹരിതസസ്യങ്ങൾ. ഓപ്ഷൻ ബി ഹരിതസസ്യങ്ങൾ. 68. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ഓപ്ഷൻ എ കാസർഗോഡ്. 69. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. ഓപ്ഷൻ സി വിഘാടകർ. 70. ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി അന്നപൂർണ. അന്നപൂർണ. 71. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. 72. ചോദ്യം. ഇരുമ്പിന്റെ അയിരേത്? ഹേമറ്റൈറ്റ്. ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. 73. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി അലൂമിനിയം. ഓപ്ഷൻ ഡി അലൂമിനിയം. 74. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകമേത്? കാരണമല്ലാത്ത വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. 75. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തതേത്? ഓപ്ഷൻ എ ടെലൂറിയം. ഓപ്ഷൻ എ ടെലൂറിയം. 76. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓറിയോൺ. ഓപ്ഷൻ എ ഓറിയോൺ. 77. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? ഓപ്ഷൻ സി സംവഹനം. ഓപ്ഷൻ സി സംവഹനം. 78. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി കത്രിക. ഓപ്ഷൻ ഡി കത്രിക. 79. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ ബി അപവർത്തനം. ഓപ്ഷൻ ബി അപവർത്തനം. 80. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി കമ്പനം. ഓപ്ഷൻ ഡി കമ്പനം. ഇനി വരുന്നത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81. ആൻസർ ഓപ്ഷൻ ബി -12. ഓപ്ഷൻ ബി -12. 82. ആൻസർ ഓപ്ഷൻ ഡി. 83. ആൻസർ ഓപ്ഷൻ ഡി. 84. ആൻസർ ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി. 85. ആൻസർ ഓപ്ഷൻ ബി. 86. ആൻസർ ഓപ്ഷൻ സി. 87. ആൻസർ ഓപ്ഷൻ ബി. 88. ആൻസർ ഓപ്ഷൻ എ. 89. ആൻസർ ഓപ്ഷൻ ബി. 90. ആൻസർ ഓപ്ഷൻ സി. സി. 91. ആൻസർ ഓപ്ഷൻ എ. 92. ആൻസർ ഓപ്ഷൻ എ. 93. ആൻസർ ഓപ്ഷൻ സി. 94. ആൻസർ ഓപ്ഷൻ ഡി. 95. ആൻസർ ഓപ്ഷൻ ബി. 96. ആൻസർ ഓപ്ഷൻ സി. 97. ആൻസർ ഓപ്ഷൻ എ. 98. ആൻസർ ഓപ്ഷൻ ഡി. 99. ആൻസർ ഓപ്ഷൻ എ. 100. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.